എല്ലാവരും പറയുന്ന 100% ഗബ്രി ഔട്ടായി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തിരക്കിയപ്പം ഓക്കെ ഇങ്ങനെ 100% എവിക്റ്റഡ് ആണെന്ന് പറയുന്നു. ചിലപ്പോൾ പവർ റൂമിൽ പോകാനും ചാൻസ് ഉണ്ട് എന്നും പറയുന്നു. പിന്നെ ഒരാളെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മാരൽ മാത്യു അവൾ കമൻറ്റ് ഇട്ടു, ചെന്നൈയിൽ അങ്ങനെ സീക്രട്ട് റൂമും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ 100% ഔട്ടാവും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഇതാണ് പറയുന്നത്. പിന്നെ ഒരാഴ്ച മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഗബ്രി ഔട്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന്. മിക്ക എൻ്റെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഗബ്രി. പിന്നെ ഗബ്രി സീക്രട്ട് റൂമിൽ നമ്മൾ ഇതിനു മുമ്പിലൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിനു മുമ്പേ ഞാനിട്ട് പുറത്താവാൻ ചാൻസ് നോറ ഗബ്രി ആണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഗബ്രി പോയെന്നാണ്. പക്ഷേ 100% എനിക്കങ്ങോട്ട് വിശ്വാസം ആയിട്ടില്ല. എൻ്റെ തീരുമാനമാണ്, മീൻസ് ഞാൻ അറിഞ്ഞ വെച്ച് പറയണമല്ലോ, അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ആവരുതല്ലോ. നോക്കാം, ചിലപ്പം ആയെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വിടും. നമുക്ക് ടി വിക്കകത്ത് കാണാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ മിക്കതിനും പറയുന്നുണ്ട്. ഇപ്പം ഗബ്രി ഔട്ടായപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് പ്രേക്ഷകരുടെ ഷോയാണ്, അങ്ങനെയാണ്, മാടയാണ്, കോടയാണ്, ബിഗ് ബോസ് ഊടായിപ്പല്ല, അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കുറച്ച് ദിവസം മുമ്പ് എന്താ പറഞ്ഞത് പറ? നമ്മുടെ എല്ലാ സിബിൻ, അഖിൽമാരാർ, ശോഭ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം വന്ന സമയത്തും ബിഗ് ബോസ് ഊടായിപ്പാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വട്ടം ചിലപ്പോൾ ഗബ്രി അങ്ങ് ഔട്ടാക്കി കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ അങ്ങ് മാറി എല്ലാം ഗബ്രിയിലോട്ട് അങ്ങ് പോകും, ഷോ സൂപ്പറാണെന്ന് പറയും. ഇപ്പം എല്ലാവരും സൂപ്പറാണെന്നല്ലേ പറയുന്നത്? ആണോ അല്ലേ? നിങ്ങൾ തന്നെ പറ. ആണ്. ഈ ആഴ്ച പവർ റൂമിലായിരുന്നു ഗബ്രി. ഇതെല്ലാം സത്യത്തിൽ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ, അഥവാ ഗബ്രി പുറത്തായ ക്രെഡിറ്റ് കൊടുക്കേണ്ട ശരണിയാണല്ലോ. ഗബ്രി നീ കുറേ നാൾ കൊണ്ട് നിൽക്കുകയാണ്, അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഗബ്രിയെ പുറത്ത് പവർ റൂമിൽ നിന്ന് ഇടയ്ക്ക് മാറ്റിയതാരാ? ശരണിയാണ്. സത്യത്തിൽ അവർക്കാണ് ഓക്കെ. അഥവാ ഇവൻ പുറത്തായ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്, അവർക്കായിട്ട് ക്രെഡിറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാരണം ശരിയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇത്രയും നേരം ഈ ഷോയെക്കുറിച്ച് കുറ്റം പറഞ്ഞവരെല്ലാം മിക്കവരെയും കമൻറ്റ് ബോക്സിൽ കാണുന്ന കാര്യം സൂപ്പറാണ്, പ്രേക്ഷകരുടെ ഈ സമ്മർ മീഡിയ ഒക്കെ പറയുന്നത് കേൾക്കണം, പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ടാണ്, അങ്ങനെയാണ്, മറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. ആണോ അല്ലയോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ വഴുതി പോകുന്നൊരു വിഷയമാണ് മറ്റേ അഖിൽമാരാർ, ശോഭ കാര്യങ്ങൾ. ഈ ഒരു കാര്യം കൊണ്ട് ഇന്നത്തെ ദിവസം മൊത്തം ഇതങ്ങ് പൊക്കോളും. അങ്ങനെ ഓക്കെ, നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോഴും 100% ഞാൻ അറിഞ്ഞിട്ടില്ല. മീൻസ് അറിഞ്ഞത് ഓക്കെ എടാ ഇങ്ങനെ പുറത്തായിട്ടുണ്ടെന്നും പറയുന്നു, സീക്രട്ട് റൂമിലാണെന്നും ഇപ്പോഴും അത് തന്നെ എല്ലാവരും പറയുന്നത്. മീൻസ് ബിഗ് ബോസിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ബൈ ഗൈസ്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് ടി വി കണ്ട് വിശ്വസിക്കാം. ഞാൻ അഭിഷേക് ജയദീപിൻ്റെ ഔട്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു അപ്പോൾ അത് കറക്റ്റായിരുന്നു, അത് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടേ. ഈ നാളത്തെ ഔട്ടായത് ആരാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒന്ന് അറിയാൻ പറ്റും. മീൻസ് ഇന്ന് ഗബ്രിയാന്ന് പറയുന്നത്, നാളെ വേറെ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നാളെ അറിയാം. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഉണ്ടായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ലൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ് ചെയ്യാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.